ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഓവൻ്റെ ഒന്നും ആവശ്യമായിട്ടില്ല. മിക്സറിൻ്റെ ജാറിൽ ഒന്ന് കറക്കി നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിരിക്കുന്നത്. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ വെച്ച മുട്ടയൊക്കെ ആണെങ്കിൽ നേരത്തെ പുറത്തെടുത്ത് വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഹൈ സ്പീഡിൽ ഒരു 30 സെക്കൻഡ് നേരത്തേക്ക് നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഓയിൽ ചേർത്ത് കൊടുത്താൽ പിന്നെ ലോ സ്പീഡിൽ മാത്രമേ മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി, ഒരുപാട് നേരം മിക്സ് ചെയ്തെടുക്കരുത്. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി ചേർത്തുണ്ടാക്കുന്ന കേക്കിൽ പാൽപ്പൊടി കൂടെ വരുമ്പോൾ രുചി നല്ലപോലെ തന്നെ കൂടും. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും കൂടെ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ വെച്ച പാല് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കരുത്. അതിനുശേഷം ഇത് ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിരുന്നു. അങ്ങനെ 4 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ടാണ് ഈ ഒരു കൂട്ട് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഈ ഒരു കൂട്ട് ഓവർ ബീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം. ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിൽ നിന്നും പകുതിയോളം കൂട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ബാക്കി പകുതിയുള്ള കൂട്ടിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഇതും പാകത്തിന് റെഡി ആയിട്ടുണ്ട്. 2 ഫ്ലേവറിലാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. ഒന്ന് വാനില ഫ്ലേവറിലും ഒന്ന് ചോക്ലേറ്റ് ഫ്ലേവറിലും. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ആയിട്ടുള്ള കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ ബട്ടർ പേപ്പർ ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറിൽ ലൈൻ ചെയ്തെടുക്കണം നിർബന്ധമൊന്നുമില്ല. കുറച്ച് ഗോതമ്പ് പൊടി ഡസ്റ്റ് ചെയ്തെടുത്താലും മതിയാകും. ആദ്യം ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള കൂട്ടൊഴിച്ചിട്ടുണ്ട്. കുറച്ച് ഭാഗം ഒഴിച്ചു കൊടുക്കുക. സെൻറ്ററിലായിട്ട് വനില ഫ്ലേവറിലെ കൂട്ടൊഴിച്ചെടുക്കുക. വീണ്ടും ഈ ഒരു പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെൻറ്ററിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് തന്നെത്താൻ തന്നെ ഇങ്ങനെ പരന്ന് പോയിക്കോളും. മുഴുവനായിട്ടും കൂട്ടൊഴിച്ചതിന് ശേഷം ഇതുപോലെ ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് 4 ഭാഗത്തുനിന്നും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഒരു ഫ്ലവറിൻ്റെ ആ ഒരു രീതിക്ക് ആക്കിയെടുത്താൽ മതി. അതിനുശേഷം 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഓവനൊന്നും ഇല്ലാതെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു അലുമിനിയം പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് ഒരു സ്റ്റാൻഡും വെച്ച് ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് നേരം പ്രീഹീറ്റ് ചെയ്യണം. കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ തന്നെ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചോളൂ. അതിനുശേഷം കേക്ക് ടിൻ ഇറക്കി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 35 മുതൽ 40 മിനിറ്റ് നേരത്തേക്കാണ് നല്ലപോലെ ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ദാ 40 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് നല്ലപോലെ തന്നെ പൊങ്ങി പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. നീറ്റായിട്ട് വരുന്നില്ലെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. ഇതിപ്പം നല്ല പാകത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ മാർബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓവനൊന്നും ഇല്ലാതെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഓവനിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് വെച്ച് കൊടുക്കുക. 180 ഡിഗ്രിയിൽ തന്നെ 35 മുതൽ 40 മിനിറ്റ് നേരത്തേക്ക് ബേക്ക് ചെയ്യുകയാണെങ്കിൽ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ കേക്ക് ഇവിടെ പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓവനൊന്നും ഇല്ലാന്ന് വിചാരിച്ച് ഇനി കേക്കൊന്നും ഉണ്ടാക്കാണ്ടിരിക്കുകയൊന്നും വേണ്ട. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ചാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ചോദിച്ചാൽ മതി, റിപ്ലൈ തരാം. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.